ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന വൈൽ ലൂപ്പിനെ കുറിച്ചാണ്. 3 ടൈപ്പിലുള്ള വൈൽ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഒന്ന് സിമ്പിൾ വൈൽ ലൂപ്പ് ഉണ്ട്, പിന്നെ നെസ്റ്റഡ് വൈൽ ലൂപ്പ് ഉണ്ട്, പിന്നെ ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫോർ ലൂപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എപ്പോഴാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് ഒരുപാട് പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത്തരം കേസുകളിൽ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. അതായത് ഒരു പാർട്ട് നമുക്ക് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോർ ലൂപ്പ് മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമുക്ക് എത്ര ടൈം, അതായത് നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് ആണ് എങ്കിൽ ഇത്ര വട്ടം മാത്രമേ നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്കുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ നമ്മൾ ഫോർ ലൂപ്പും, എന്നാൽ എത്ര ടൈം ഐട്രേഷൻ ചെയ്യണം, എത്ര നമ്പർ ഓഫ് ഐട്രേഷൻ എത്രയാണെന്ന് ഫിക്സ് ചെയ്യാത്ത കേസുകളിൽ വൈൽ ലൂപ്പുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഐഡിയ മനസ്സിലായില്ലേ? അതായത് നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് അല്ല എങ്കിൽ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യും, നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സിൻറ്റാക്സ് നോക്കാം. വൈൽ കണ്ടീഷൻ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ജസ്റ്റ് വൈലാണ് കീവേഡ് കൊടുക്കും, എന്നിട്ട് എന്താണ് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളത് കൊടുക്കും, എന്നിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എക്സിറ്റ് അടിച്ച് പോരും. അത്രയേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അത് ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, ഫാൾസ് ആണെങ്കിൽ എന്താണ് എക്സിറ്റ് അടിച്ച് പോരുക. അപ്പോൾ ചില കേസുകളിൽ കണ്ടീഷൻ ഒരു പ്രാവശ്യം ട്രൂ ആവും, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, അപ്പോഴും ട്രൂ ആവും, വീണ്ടും നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ. ഫാൾസ് ആയാലാണ് നമ്മളതിന് എസ്കേപ്പ് അടിച്ച് വരിക, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് വരിക. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, വൈൽ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ, സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ മുന്നേ ചെയ്ത വീഡിയോസ് ഉണ്ട്. നമ്മൾ ലോജിക്കിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ഇവിടെ പുറത്താണ് കൊടുക്കുക. ഇൻറ്റ് ഐ ഈക്വൽ ടു 1 നമ്മളിങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ നമ്മൾ കണ്ടീഷൻ എന്താണ്, ഐ എന്ന് പറയുന്ന ആ വാല്യൂ 10നേക്കാൾ കുറവാണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് കൺസോൾ റൈറ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ ഐ 1 ആണല്ലോ, അപ്പോൾ 10നേക്കാൾ കുറവാണല്ലോ, അപ്പോൾ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഐ പ്ലസ് പ്ലസ് ആണ്, അതായത് ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായി, ഐൻ്റെ വാല്യൂ 2 ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 10നേക്കാൾ കുറവാണോ എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, ഐ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ ഐൻ്റെ വാല്യൂ 10 കഴിഞ്ഞ് 11 ആവുന്ന സമയത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫാൾസ് ആണ്, കാരണം 11 ഒരിക്കലും 10നേക്കാൾ ചെറുതും അല്ല ഈക്വലും അല്ല. അപ്പോൾ എന്തായാലും അതിന് എക്സിറ്റ് അടിച്ച് പോരും. അങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് വർക്കാവുന്നത്. ഇപ്പോൾ ഇവിടെ റിസൾട്ട് കിട്ടിയ കണ്ടോ, 1 2 3 4 5 6 7 8 9 10. ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടിയത്. നമ്മൾ വേറെ ലോജിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റാണ് റിസൾട്ടായിട്ട് വരിക. ഇവിടെ 10 നിൽക്കാൻ കാരണം അവിടെയാണ് ആ റിസൾട്ട് ഫാൾസ് ആയത്, അത് എക്സിറ്റ് അടിച്ചത്. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് നെസ്റ്റഡ് വൈൽ ലൂപ്പ്. ഒരു വൈൽ ലൂപ്പിനകത്ത് വേറൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയാം. ഈ നെസ്റ്റഡ് വൈൽ ലൂപ്പിൻ്റെ അകത്ത് നമ്മളൊരു ഔട്ടർ വൈൽ ലൂപ്പ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ആവും. പിന്നെ അത് ഫുള്ളി റിപ്പീറ്റഡ്ലി ഐട്രേഷനൊക്കെ കഴിഞ്ഞ് എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞിട്ടേ വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് വരികയുള്ളൂ. നമ്മൾ ഫോർ ലൂപ്പിനകത്തും ഒരു നെസ്റ്റഡ് വൈൽ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഫോർ ലൂപ്പ് അവിടെ പഠിച്ചിട്ടുണ്ട്. അതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ലോജിക്ക് കിടക്കുന്നത്. അതായത് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇന്നർ വൈൽ ലൂപ്പ് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഔട്ടർ ലൂപ്പിലേക്ക് പോവുള്ളൂ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കണ്ടാൽ ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും.
യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് വൈൽ എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് ഇൻഡ് ഐ ഈക്വൽ ടു 1 അതാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ കണ്ടീഷൻ കൊടുത്തു, അത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ വൈൽ ലൂപ്പിനകത്തേക്ക് കയറി അതിനകത്ത് എന്താ ഉള്ളത്, വേറൊരു ഇന്നർ ലൂപ്പ് ഉണ്ട്. ഇൻഡ് ജെ ഈക്വൽ ടു 1 വൈൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്താണ് ജെ 3യേക്കാൾ 1 3യേക്കാൾ ചെറുതാണ് എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് ആ നമ്പർ പ്രിൻറ്റ് ചെയ്യാം. അതിനുശേഷം ജെ പ്ലസ് പ്ലസ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ എന്തായി, ജെ ഇൻക്രിമെൻ്റ് ആയി, അപ്പോൾ 2 ആയി, അപ്പോഴും ട്രൂ ആണ്. അപ്പോൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. എന്താണ് റൈറ്റ് ലൈൻ ചെയ്യേണ്ടത്, ഐന് ജെന് വാല്യൂസാണ് ഇവിടെ റൈറ്റ് ലൈൻ ചെയ്യുന്നത്. പിന്നെയും ജെ പ്ലസ് പ്ലസ് അങ്ങനെ 3 വരെ ചെയ്തു. പിന്നെ അത് ഫാൾസ് ആവുന്ന സമയത്ത് 3യേക്കാൾ വലിയ നമ്പർ ആകുമ്പോൾ അതിന് എക്സിറ്റ് അടിച്ചിട്ട് ഐ പ്ലസ് പ്ലസിലേക്ക് പോകും. അപ്പോൾ ഐ 2 ആവും. വീണ്ടും നമ്മുടെ ഔട്ടർ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അതിനകത്ത് പ്രോസസ്സിങ് നടക്കുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. 1 1 1 2 1 3 അങ്ങനെ വരാൻ കാരണം ഔട്ടർ ലൂപ്പ് ഒരു വട്ടം മാത്രമേ ആ സമയം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ, ഇന്നർ ലൂപ്പ് മാത്രമാണ് ഇറ്ററേഷൻ നടന്നത് എന്നാണ് അതിൻ്റെ റിസൾട്ട്. പിന്നെ 2 1 2 2 2 3 അതായത് ഔട്ടർ ലൂപ്പ് സെക്കൻഡ് ടൈം ഇറ്ററേഷൻ നടന്നു, ഇന്നർ ലൂപ്പ് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. വീണ്ടും 3 1 3 2 3 3 അതായത് ഔട്ടർ ലൂപ്പ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഇന്നർ ലൂപ്പ് 3 ടൈംസ് അതിൻ്റെ ഇറ്ററേഷൻ ഫിനിഷ് ചെയ്തു. അതായത് ഓരോ വട്ടവും ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഇന്നർ ലൂപ്പ് ഫുള്ളി എക്സിക്യൂഷൻ നടക്കണം. അതായത് അതിൻ്റെ എല്ലാ ഇറ്ററേഷനും അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പാണ് ലാസ്റ്റ് പറയാനുള്ളത്. നമുക്ക് ഇൻഫിനൈറ്റ് ആയിട്ടും വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. നമ്മൾ മറ്റിടത്തൊക്കെ കണ്ടീഷൻ കൊടുത്ത് പെർട്ടിക്കുലർ ഓപ്പറേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൂപ്പൊക്കെ ചെയ്തത്. ഇവിടെ നമ്മൾ ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പിനകത്ത് ജസ്റ്റ് കണ്ടീഷൻ്റെ ഭാഗത്ത് ട്രൂ എന്ന് മാത്രം പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് വൈൽ എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്താണ് വൈൽ ട്രൂ കണ്ടീഷനെ കൊടുക്കണമെങ്കിൽ പറയും ജസ്റ്റ് ട്രൂ അങ്ങോട്ട് വാല്യൂ പാസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ളത് ഇവിടെ ജസ്റ്റ് ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് എന്നേ കൊടുക്കുന്നുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ എന്താ റിസൾട്ട് കിട്ടുക, ഇൻഫിനൈറ്റ് ആയിട്ട് അങ്ങനെ എക്സിക്യൂഷൻ നടക്കും. ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. ഏതുവരെ, Ctrl+C അടിക്കുന്നത് വരെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വൈൽ ലൂപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലൂപ്പുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇന്നലെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് നമ്മുടെ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം പറഞ്ഞത്. നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് ആണ് എങ്കിൽ അവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് അല്ലാത്ത കേസുകളിൽ വൈൽ ലൂപ്പാണ് റെക്കമെൻഡ് ചെയ്യുക. അതാണ് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടെ നമ്മൾ സിമ്പിൾ വൈൽ ലൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു, പിന്നെ നമ്മൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, പിന്നെ ഒരു എക്സാമ്പിളും പറഞ്ഞു, അതിൻ്റെ ഔട്ട്പുട്ടും പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങളിതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ നമ്മൾ നെസ്റ്റഡ് വൈൽ ലൂപ്പ് പറഞ്ഞു. ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയുക. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, റിസൾട്ടും പറഞ്ഞു. പിന്നെ അടുത്ത് വരുന്ന എന്താണ്, ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ്. ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മളൊരു ടെസ്റ്റ് കണ്ടീഷനായിട്ട് ട്രൂ പാസ് ചെയ്ത് കൊടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ ഇൻഫിനൈറ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കും. അങ്ങനെയാണ് ഇൻഫിനൈറ്റ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.